വിചാരണ തടവിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ഇഡി കേസുകളിലെ ശിക്ഷാനിരക്ക് കുറവാണെന്നും വിചാരണയ്ക്കായി ആളുകളെ വർഷങ്ങളോളം ജയിലിലിടുന്നതിൽ ഇഡി വിജയിക്കാറുണ്ടെന്നും സുപ്രീം കോടതിയുടെ പരിഹാസം. ഇഡി 23,000 കോടിയുടെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തലായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. ഭൂഷൺ പവർ ആൻഡ് സ്റ്റീലിനെ ഏറ്റെടുക്കാനുള്ള JSW സ്റ്റീലിന്റെ പരിഹാര പദ്ധതി തള്ളിയ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇഡിയെ രൂക്ഷമായി വിമർശിച്ചത്. 23,000 കോടിയുടെ കള്ളപ്പണം പിടിച്ചെടുത്തിട്ടുണ്ടെന്ന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിന് മറുപടിയായി ഇഡി കേസുകളിലെ ശിക്ഷാനിരക്ക് എത്രയെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി ചോദിച്ചു. ശിക്ഷാനിരക്ക് കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ച കോടതിയോട് രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ദോഷങ്ങൾ കാരണമാണ് ശിക്ഷാനിരക്ക് വളരെ കുറഞ്ഞതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ പോലും വിചാരണയ്ക്കായി അവരെ വർഷങ്ങളോളം ജയിലിലിടുന്നതിൽ ഇഡി വിജയിക്കാറുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് പരിഹസിച്ചു. മാത്രമല്ല, വിവിധ കേസുകളിലായി ഇഡി പിടിച്ചെടുത്ത കള്ളപ്പണം ആരുടേതാണെന്നും ഇഡി വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇഡി പ്രവർത്തിക്കേണ്ടത് നിയമത്തിനുള്ളിൽ നിന്നാണെന്നും വഞ്ചകനെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ഇഡിയുടെ പ്രതിച്ഛായയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി.